ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ശേഷം നിഫ്റ്റി ലെവൽസും അതിനുശേഷം നമുക്ക് ഇന്ന് ഫോക്കസുള്ള സ്റ്റോക്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ യൂസ് മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ സ്ലൈറ്റ്ലി പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് S&P 500 നാസ്ഡാക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, യൂറോപ്യൻ മാർക്കറ്റ്സും ടോട്ടലി എല്ലാം പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി സ്ലൈറ്റ്ലി ഡൗൺ സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്, 21 പോയിന്റ്സ് ഡൗൺ സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ്, മേ ബി 15-20 പോയിന്റ്സിന്റെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗിലായിരിക്കും നമ്മുടെ മാർക്കറ്റ് തുടങ്ങുക. ആൻഡ് ബാക്കി ഏഷ്യൻ മാർക്കറ്റ്സിലെല്ലാം ബെയറിഷ് അല്ല, മറിച്ച് ന്യൂട്രൽ ടു പോസിറ്റീവ് എന്നുള്ള രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം. ആൻഡ് നിഫ്റ്റി ഇന്നലത്തെ ദിവസം ട്രേഡ് ചെയ്ത രീതി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം. നിങ്ങൾക്കറിയാം ഈ ഒരു റേഞ്ച് നമുക്കറിയാം. മാർക്കറ്റ് ഇന്നലെ ഒരു ലാസ്റ്റ് റൗണ്ട് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഒക്കെ നടത്തി 24,900 എന്നുള്ള റേഞ്ച് വരെ പോയ ശേഷം മാർക്കറ്റ് ഇന്നലെ 25,419 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി. 430 റേഞ്ച് വരെ പോകാൻ നോക്കി. ബട്ട് ക്ലോസിങ് എന്താ പറയുക, ഒരു സെല്ലിംഗ് പ്രഷറോടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,278 എന്നുള്ള റേഞ്ചിൽ. ബട്ട് നോക്കുമ്പോൾ അത്യാവശ്യം ആ ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിനുള്ള പോസിബിലിറ്റി ഇന്നലെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 15 മിനിറ്റ് ചാർട്ട് നമുക്ക് നോക്കാം. 15 മിനിറ്റ് ചാർട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇനി എന്തായിരിക്കും മാർക്കറ്റിൻ്റെ ഒരു ഡിസിഷൻ, അല്ലെങ്കിൽ മാർക്കറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്നലത്തെ ആ ഒരു ഗ്യാപ്പ് അപ്പ് ചെയ്ത സോൺ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ നമ്മൾ ഇതെല്ലാം മാറ്റാം. ബാക്കി സോൺസ് എല്ലാം നമുക്ക് മാറ്റാം. ഈ ഒരു സോണ് മാർക്കറ്റ് സ്ട്രോങ്ലി ബ്രേക്ക് ചെയ്യണം. കാര്യം ഒരിക്കൽ ഈ ഭാഗത്ത് നിന്നും സ്ലോലി മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു. ശേഷം മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് പോകുകയാണ്. 25,400 എന്നുള്ള റേഞ്ചിലേക്ക് മാർക്കറ്റ് സ്ലോലി ട്രാവൽ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയേ, ഇപ്പം ഈ ഒരു ഏരിയ 25,265 എന്ന് പറഞ്ഞ ഏരിയ മാർക്കറ്റ് എന്താ പറയുക, ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടോട് കൂടിയാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പം ഇനി ഇങ്ങോട്ടുള്ള ഒരു എന്താ പറയുക ബ്രേക്ക് 25,400 നിന്നുള്ള ബ്രേക്ക് മേ ബി ഒരു മൊമെൻറ്റത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. 25,600 വരെയൊക്കെ ഒരു മൊമെൻറ്റം മേ ബി നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് നിഫ്റ്റിയിൽ. ആൻഡ് ഇന്നലത്തെ ആ ഒരു സോണ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡ് പോകണം. 25,400 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡ് പോയാൽ ഓക്കെ, നമുക്ക് ഇന്നലത്തെ അല്ലെങ്കിൽ 2 ദിവസമായിട്ട് മാർക്കറ്റ് തന്നിട്ടുണ്ടെന്ന സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് അതിജീവിച്ചു എന്ന് പറയാൻ കഴിയും. ആൻഡ് മേജർലി ഞാൻ വീണ്ടും പറയുന്നു, എവിടെ നിന്നാണോ പ്രശ്നങ്ങൾ തുടങ്ങിയത് അവിടെ തന്നെ മാർക്കറ്റ് എത്തണം. ഈ ഒരു സെല്ലിംഗ് സോൺ ഉണ്ടല്ലോ, 25,800 റേഞ്ചിലുള്ള ഈ ഒരു സെല്ലിംഗ് സോൺ, ആ സെല്ലിംഗ് സോണിൽ നിന്നാണ് മാർക്കറ്റ് ഇത്രയും വലിയൊരു ഡൗൺ സൈഡ് വന്നിട്ടുള്ളത്. സോ മാർക്കറ്റ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്നവരേക്കും നമ്മൾ എന്താ ചെയ്യുക, നമുക്കൊരു ന്യൂട്രൽ മൈൻഡ് സെറ്റിൽ മാത്രം ട്രേഡിങ്ങിനെ സമീപിക്കുക. ഒരുപാട് വലിയ സ്വിംഗ് ട്രേഡിംഗ് പൊസിഷൻ എടുക്കാനാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള എക്സ്പോഷർ കൊടുക്കാതിരിക്കാം. ഈ 25,800 ഒന്ന് ബ്രേക്ക് ചെയ്യട്ടെ. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി എനിക്ക് പറയാൻ കഴിയും ഇവിടെ വലിയൊരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് അതിജീവിച്ചു എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിട്ട് എനിക്ക് പറയാൻ കഴിയും. അതുവരേക്കും എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം വലിയ ഒരു എക്സ്പോഷർ കൊടുക്കത്തില്ല. എടുക്കുവാണെങ്കിൽ തന്നെ ചെറിയ മീഡിയം ടേം ട്രേഡ്സ് അത്രയും സ്ട്രിക്ട്ലി റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്തായിരിക്കും എടുക്കുന്നത്. ഈ 25,800 എന്ന് പറയുന്ന സോൺ ബ്രേക്ക് ചെയ്യുന്നവരേക്കും ഞാൻ എന്തായാലും കോഷ്യസ് ആയിരിക്കും. അപ്പോൾ അതിന് മുന്നേ ഉള്ള എന്ത് മൂവ്മെൻറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്ത് മൂവ്മെൻ്റ് ആയാലും മാർക്കറ്റിൽ ഒരു പാനിക്, ഒരു എന്താ പറയുക, ഒരു ജാഗ്രതയോടെ മാത്രമേ നമ്മൾ സമീപിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം ബാക്കി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാം. പിന്നെ എന്തൊക്കെയാണ് ഉള്ളത് ഇന്നത്തെ സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ തന്നെ പല സ്റ്റോക്സും, അപ്പം എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ സൗണ്ടിൽ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് പല സ്റ്റോക്സും പോസിറ്റീവ്ലി റിസൾട്ട് വന്നിട്ടുണ്ട്. സോ മാർക്കറ്റിന് ട്രിഗേഴ്സ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇന്നത്തെ റിസൾട്ട് വരുന്നത് ശ്രീറാം ഫിനാൻസിന്റെ റിസൾട്ട് വരുന്നുണ്ട്, സിപ്ല, JSW സ്റ്റീൽ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, അദാനി ഗ്രീൻ എനർജി, DCB ബാങ്ക്, ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, ഗ്രാനുൾസ് ഇന്ത്യ സിമൻസ്, JSW എനർജി, ലോറസ് ലാബ്, MCX, പിന്നെ നുവാമ വെൽത്ത് മാനേജ്മെന്റ്, പിരമൽ ഫിനാൻസ്, സോന BLW പ്രൊസിഷൻ, അവൻ കമ്പനി, വെൽസ്പൻ സ്പെഷ്യാലിറ്റി. സോ റിസൾട്ടുകൾ ഒരുപാട് കമ്പനികളിൽ വരുന്നുണ്ട്. സോ ഇതൊക്കെ ഹോൾഡ് ചെയ്യുന്നവർ അതിനനുസരിച്ച് റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്യുക. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ജനുവരി 24 അൾട്രാടെക് സിമെന്റ്, ചെന്നൈ പെട്രോളിയം കോർപ്പറേഷന്റെ, SBFC ഫിനാൻസിന്റെ ഒക്കെ റിസൾട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഡിഗോയ്ക്ക് ഉള്ള റിസൾട്ട് വന്നിരുന്നു. പ്രോഫിറ്റ് ചെറിയ രീതിയിലുള്ള ഡൗൺ സൈഡ് വന്നിട്ടുണ്ട് അറിയാം. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഫ്ലൈറ്റ് ഡിസ്ട്രപ്ഷൻ പ്രശ്നങ്ങളൊക്കെ നടന്നിരുന്നു എന്നറിയാം. അത് അവരെ ബാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ആൻഡ് ബന്ധൻ ബാങ്കിന്റെ റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്, ആൻഡ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം കുറഞ്ഞിട്ടുണ്ട്. അപ്പം ബന്ധൻ ബാങ്കിനും അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രീമിയം എനർജീസിനാണെങ്കിൽ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്, ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പ്രീമിയം എനർജീസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 255 കോടിയിൽ നിന്നും 391 കോടിയിലേക്കാണ് വളർച്ച ഉണ്ടായിട്ടുള്ളത്. 1,713 കോടിയിൽ നിന്ന് റവന്യൂ അത് 1,936 കോടിയിലേക്ക് പോയിട്ടുണ്ട്.
ഓക്കെ, താൻല പ്ലാറ്റ്ഫോമിൻ്റെത് പ്രോഫിറ്റ് ജമ്പ് ചെയ്തിട്ടുണ്ട്. സിഞ്ചിൻ്റെ പ്രോഫിറ്റ് ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്, റവന്യൂവും കുറഞ്ഞിട്ടുണ്ട്. സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ആണെങ്കിൽ പ്രോഫിറ്റ് റൈസസ്, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം റൈസസ് എന്നുള്ള കാര്യമുണ്ട്. ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റിന് പ്രോഫിറ്റ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ബ്ലൂ സ്റ്റോൺ ജുവലറി ആൻഡ് ലൈഫ് സ്റ്റൈലിന് പ്രോഫിറ്റ് സ്റ്റാൻഡ്സ് 69 crores വിസസ് ലോസ് അറ്റ് 26.8 crores. റവന്യൂവിൻ്റെ ഒരു ജമ്പ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പം അദാനി ടോട്ടൽ ഗ്യാസിന് പ്രോഫിറ്റ് ബന്ധം ഉണ്ടായിട്ടുണ്ട്, റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, DLFന് ഉണ്ടായിട്ടുണ്ട്. സോ ഒരുപാട് സ്റ്റോക്സ് ഇങ്ങനെ പ്രോഫിറ്റും റവന്യൂവും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മാർക്കറ്റ് ട്രിഗർ ചെയ്യാൻ പറ്റിയ നല്ല റിസൾട്ടുകൾ അത്യാവശ്യമുണ്ട്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അശോക ബിൽക്കോണാണ്. അശോക ബിൽക്കോണ് 307 കോടിയുടെ ഒരു ഓർഡർ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ദമാനിൽ നിന്നും വന്നിട്ടുണ്ട്. സോ അത് ഒരു പോസിറ്റീവ് ന്യൂസായിട്ട് അശോക ബിൽക്കോണിന് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഉള്ളത് NTPC ആണ്. NTPC ഗ്രീൻ എനർജിക്കാണെങ്കിൽ ഉത്തർപ്രദേശ് ഗവൺമെൻറ്റുമായിട്ട് ഒരു മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെട്ടിട്ടില്ല. നമുക്ക് വരുന്ന ദിവസങ്ങൾ അതിനെക്കുറിച്ച് അറിയാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പം ന്യൂസസ് ഉണ്ട്. അപ്പം എൻ്റെ ഒരു ഫോക്കസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിംപ്ലി എൻ്റെ സ്ട്രാറ്റജി ഇത്രയേ ഉള്ളൂ. ഈ ഒരു 25,400 ബ്രേക്ക് ചെയ്താൽ ഒരു മൊമെൻറ്റം കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് 25,800 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഒന്ന് ബുള്ളിഷിലേക്ക് നീങ്ങാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതിൻ്റെ രണ്ടിലും ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഡൗൺ സൈഡ് വരുവാണെങ്കിൽ തന്നെ മാർക്കറ്റിൽ ഇനിയുള്ള ഒരു സോൺസ് എന്ന് പറയുന്നത് ഡൗൺ സൈഡ് വന്നു കഴിഞ്ഞാൽ 25,600 500 റേഞ്ചിലേക്ക് മാർക്കറ്റ് വരാം. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ. ഓക്കെ, ഞാൻ പറയുന്നത് ഈ ഏരിയ ബ്രേക്ക് ചെയ്താൽ 24,890 എന്നുള്ള 900 റേഞ്ച് ബ്രേക്ക് ചെയ്താൽ വീണ്ടും ഒരു 300 പോയിന്റ്സ് ഡൗൺ സൈഡ് ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ എൻ്റെ ട്രേഡിംഗ് പ്ലാനും എൻ്റെ ഇതെല്ലാം ആ ഒരു കാര്യം മനസ്സിൽ കണ്ടു തന്നെയായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുക. പിന്നെ എല്ലാവരും ചോദിച്ചു, ഞാൻ സ്റ്റോക്സ് എല്ലാവരും ചോദിച്ചു ഞാൻ ഏതൊക്കെയായിരിക്കും ഫോക്കസ് ചെയ്യണമെന്ന് ചോദിച്ചിരുന്നു. ഞാൻ JK ടയർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ കുറച്ച് പ്രോഫിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു JK ടയർ. അപ്പോൾ JK ടയർ അത്യാവശ്യം ഞാൻ ഫോക്കസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, സ്ട്രക്ചർ വൈസ് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പോകുന്നുണ്ട്. അപ്പം JK ടയർ എൻ്റെ ഫോക്കസിലുണ്ട്. പിന്നെ ഉള്ളത് ഇതാണ് ഓറിയം പ്രോ സൊല്യൂഷനാണ്. ഓറിയം പ്രോ സൊല്യൂഷൻസ് ഞാൻ ചില കാര്യങ്ങളാൽ ഇത് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാണ്. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് റിവേഴ്സൽ ഉണ്ടാവോ ഇല്ല എന്നുള്ളതാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഓറിയം പ്രോയ്ക്ക്. കാര്യം അത്യാവശ്യം നല്ല ഡെപ്തിലോട്ട് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളിവിടെ ഓറിയം പ്രോ സൊല്യൂഷൻസ് നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം, മോസ്റ്റ്ലി എത്ര % ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി 52% ഡൗൺ സൈഡ് വന്ന് നിൽക്കുകയാണ് ഈ സ്റ്റോക്ക്. സോ ഈ ഏരിയയിൽ നിന്ന് ഡിമാൻഡ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടോ ഇല്ല എന്നാണ് ഞാൻ വാച്ച് ചെയ്യണത് ഓറിയം പ്രോ സൊല്യൂഷൻസിൽ. ഇപ്പോൾ 900 റേഞ്ചിൽ ട്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ 50% ഡൗൺ സൈഡ് വന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കുകയാണ്. ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിയാക്ട് ചെയ്യുമോ ഇല്ല എന്നറിയാനായിട്ട് ഓറിയം പ്രോ സൊല്യൂഷൻസ്. ഓക്കെ, എൻ്റെ വാച്ച് ലിസ്റ്റിലുണ്ട്. കണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ ഇനിയിപ്പം ഡൗൺ സൈഡ് വരുന്ന സ്റ്റോക്ക് അല്ലേ, പെട്ടെന്ന് വാച്ച് ലിസ്റ്റ് ഇട്ട് കാര്യമുണ്ടോ. ലൈക്ക് നമ്മൾ ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ ഇങ്ങനത്തെ സ്റ്റോക്സും കൂടെ പഠിക്കാൻ ശ്രമിക്കണം. ഒരു സ്റ്റോക്ക് ഡൗൺ സൈഡ് വരുന്നു എന്നുള്ളത് കൊണ്ട് അത് എപ്പോഴും ഡൗൺ സൈഡ് പോകണമെന്നില്ലല്ലോ. സോ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക, ഇങ്ങനത്തെ സ്റ്റോക്കുകളിലെ ഓരോ പ്രധാനപ്പെട്ട ഏരിയകളിലെ റിയാക്ഷൻ പഠിക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഡെവലപ്പ് ആവാൻ കഴിയത്തുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ GRM ഓവർസീസ് നിങ്ങളിവിടെ നോക്കി 180 റേഞ്ച് അല്ലെ 180 റേഞ്ചിൽ നിന്ന് ഡൗൺ സൈഡ് വന്ന് ഈ സ്റ്റോക്ക് 149 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് ഞാൻ. എന്തായാലും മാർക്കറ്റ് വീണ്ടും ഒരു അറ്റംപ്റ്റ് നടത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് നിൽക്കുകയാണ്. ഇപ്പോൾ 166 ഇന്നലെ സ്ട്രോങ് ക്ലോസിംഗ് വന്നിട്ടുണ്ട്. വീണ്ടും 175 അല്ലെങ്കിൽ 189 റേഞ്ചിലേക്ക് മാർക്കറ്റ് എന്താ പറയുക നോക്കും. ഒരു ബ്രേക്കിനുള്ള അറ്റംപ്റ്റ് നടത്തുമില്ല എന്നുള്ളതാണ് നോക്കുന്നത്. കാര്യം മാർക്കറ്റിൻ്റെ ഒരു മോശം അവസ്ഥയിലാണ് ഈ സ്റ്റോക്ക് ഡൗൺ സൈഡ് വന്നത്. എന്നാലും ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതുവരെയായിട്ടും ലോസ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. സോ വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം കൂടുതൽ സ്റ്റോക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാത്തത് ടൈം കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ഉള്ളത് TMCV ആണ്. ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് TMCV. മോസ്റ്റ്ലി ഇപ്പോൾ ഒരു 453 റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ. ആൻഡ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടക്കുകയാണ്. സോ ഇങ്ങനത്തെ ഒരുപാട് സ്റ്റോക്സ് തൽക്കാലം വാച്ച് ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും നോക്കാം, നമുക്ക് വരുന്ന ആഴ്ചകളിൽ പെർഫോമൻസ് നോക്കി തന്നെ നമുക്ക് ഒരുപാട് സ്റ്റോക്സിലേക്ക് എക്സ്പോഷർ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ട് തന്നെ വെച്ചേക്കുന്നത്. ഓക്കെ, സോ താങ്ക് യു.